കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ BJP-യുടെ സംസ്ഥാന യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്തില് പൊതുവെ സംസാരിച്ച അല്ലെങ്കിൽ സംസാര വിധേയമായ ഒരു വിഷയം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ പറ്റി തന്നെയാണ്. അതെ, തൃശ്ശൂര് ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിച്ച ക്രൈസ്തവ വോട്ടുകളൊന്നും അവിടെ കിട്ടിയില്ല എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു പരാതിയാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഉയർന്നിട്ടുള്ളത്. നമ്മള് തദ്ദേശവുമായി ബന്ധപ്പെട്ട് കണ്ടതായിരുന്നു. മിക്കയിടങ്ങളിലും ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകളുടെ മറിവ് BJP-യിലേക്ക് പ്രതീക്ഷിച്ച കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. കാരണം തൃശ്ശൂർ ഓൾറെഡി ഒരു ഫൈറ്റ് ചെയ്തത് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവ വോട്ടുകളൊന്നും പഴയതുപോലെ അങ്ങോട്ട് ഇവർക്ക് കിട്ടാതിരുന്നത്? അല്ല, ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെയും UDF-ലേക്ക് ചേക്കേറിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോ സുരേഷ് ഗോപി MP ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിലെ ഇത്തരത്തിൽ സുരേഷ് ഗോപി അതിനുശേഷം നടത്തിയ കുറെ പ്രവർത്തനങ്ങളുണ്ട്. അതായത് ക്രിസ്ത്യൻ പള്ളികളിൽ പോവുക, മുട്ടത്ത് പ്രാർത്ഥിക്കുക, അവിടെ അവിടുത്തെ മാതാവിന് കിരീടം സമർപ്പിക്കുക, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ക്രിസ്ത്യൻ പള്ളികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഇത് ഈ പറഞ്ഞ തൃശ്ശൂരിൽ BJP-യെ തുണച്ചില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ പല നേതാക്കന്മാരും പ്രതീക്ഷിച്ചതുപോലെയുള്ള വോട്ട് ഷെയർ അത് തൃശ്ശൂർ മാത്രമല്ല പലയിടങ്ങളിലും BJP പ്രതീക്ഷിച്ച ആ ഒരു വോട്ട് BJP-ക്ക് കിട്ടിയിട്ടില്ല. LDF-ന്റെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശബരിമല വിഷയം ഉയർന്നു വന്നപ്പോഴാണെങ്കിൽ പോലും ഈ LDF-നെതിരെ വന്ന പല വിഷയങ്ങളും അനുകൂലമാകുന്നത് BJP-ക്ക് ആയിരിക്കും എന്നാണ് നമ്മളിൽ പലരും പ്രതീക്ഷിച്ചത്. അതിനപ്പുറത്തേക്ക് ആ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ഇതെല്ലാം പ്രയോജനപ്പെട്ടത് UDF-നായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിന്റെ അപ്പുറത്തേക്കും തൃശ്ശൂർ ഓൾറെഡി BJP-യുടെ ഒരു തട്ടകമായി മാറി. തൃശ്ശൂർ ഞങ്ങളിങ്ങ് എടുത്തു. അതുകൊണ്ട് അടുത്തതായി നമുക്ക് കൈവിട്ടു പോയാൽ തിരുവനന്തപുരം തിരിച്ചു പിടിക്കാമെന്ന രീതിയിൽ ഈ പറയുന്ന സംസ്ഥാന തല നേതാക്കന്മാരെ എല്ലാം കൂടെ തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയതാണോ തൃശ്ശൂർ കൈവിട്ടു പോകാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ഈ നേതാക്കന്മാര്, അതെ തീർച്ചയായിട്ടും. പക്ഷെ ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ തൃശ്ശൂർ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് വിജയം നേടാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം കൃത്യമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഒന്നാലോചിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് LDF-നെ പൂർണ്ണമായും തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിൽ അത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ആ ഒരു നേതാക്കന്മാരുടെ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന രീതിയിലേക്ക് LDF വന്നതാണ്. ചരിത്രം എപ്പോഴും കോൺഗ്രസിന് തന്നെയായിരുന്നു അനുകൂലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു എഡ്ജ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ മാത്രമല്ല, ഈ ഒരു സമയത്താണെങ്കിൽ പോലും അത്രത്തോളം കഠിനമായ പരിശ്രമത്തിലൂടെ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിജയം നമുക്ക് ഈ ഒരു തദ്ദേശത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളതും. നിയമസഭയിലേക്കാണെങ്കിലും അവർ അതേ തന്ത്രങ്ങൾ പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. BJP-ക്ക് യഥാർത്ഥത്തിൽ തലസ്ഥാന നഗരം കിട്ടുമെന്നുള്ള ഒരു അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം തിരുമല അനിൽകുമാറിന്റെയൊക്കെ വിഷയം വന്നപ്പോൾ അതൊക്കെ BJP-യിൽ വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അതാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനിൽകുമാറിന്റെ ആണെങ്കിലും ശരി, ആനന്ദിന്റെ ആണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ മരണം BJP ഒരു വലിയ സംസാര വിഷയം തന്നെയായിരുന്നു. പക്ഷെ എന്നിട്ടും നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ഇനി ഒരു തെറ്റുകൂടി ആവർത്തിക്കില്ല എന്ന് തൃശ്ശൂരുകാരുടെ ഒരു ആഗ്രഹമായിരിക്കണം ചിലപ്പോൾ ഇവര് കൈവിട്ട് BJP-യുടെ കയ്യിൽ നിന്നും തൃശ്ശൂർ പോകാനുള്ള കാരണം. പറഞ്ഞാലും BJP-ക്ക് ഈ ഒരു അടപടലം പാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മള് ഈ പറയുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി മറിക്കാൻ വേണ്ടി ന്യൂനപക്ഷത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയായി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് BJP എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ പിടിച്ചൊരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? കൃത്യമായിട്ട് ഇവിടുത്തെ ആ ഒരു തെരഞ്ഞെടുപ്പുകളിലൊന്നും, പ്രധാന തെരഞ്ഞെടുപ്പുകളിലൊന്നും പങ്കെടുപ്പിക്കാതെ ഡയറക്റ്റ് ഒരു പോസ്റ്റിംഗിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായൊരു പ്ലാൻ പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലത്ത്. തൃശ്ശൂർ ഓൾറെഡി ഒരു ക്രൈസ്തവ വോട്ടുകൾ അവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഏറെക്കുറെ അനുകൂലമായിട്ടുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ മത്സരത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ആ ഒരു വോട്ട് ഷെയറിന്റെ കൂടുതൽ കണ്ടപ്പോ തന്നെ ഓൾറെഡി അങ്ങോട്ടൊരു ചായ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന അയ്യപ്പ വിഷയം, അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ എടുത്തിട്ടായിരുന്നു ഈ തദ്ദേശത്തിലേക്ക് BJP ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന രീതിയിൽ ഇവര് വെച്ചതൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ കിട്ടിയതെന്ന് പറയുന്നത് UDF-ന് തന്നെയായിരുന്നു. മിക്ക തട്ടകങ്ങളിലും ഈ പറയുന്ന രീതിയിൽ അയ്യപ്പ വിഷയം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ മറിഞ്ഞത് കോൺഗ്രസിന്, UDF-നായിരുന്നു നമുക്ക് പറയേണ്ടി വരും. പല ചരിത്രങ്ങളൊക്കെ വർഷങ്ങളായിട്ടൊക്കെ LDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകളൊക്കെ UDF-ലേക്ക് വരുന്ന ഒരു സാഹചര്യം, അതേപോലെ BJP-യുടെ തട്ടകമായിരുന്ന പഞ്ചായത്തുകളൊക്കെ LDF UDF സംഘടന, അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു നല്ല ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്കാണ് തദ്ദേശം പോയി നമുക്ക് പറയാം. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP-യുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹിന്ദുമതം മാത്രമല്ല ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിക്കുക, ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തുക,
മുസ്ലിം സ്വാധീനമുള്ളയിടങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, ഇതായിരുന്നു BJPയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ട് പോലും, ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് പോലും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ട് പോലും ഇവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. തൃശ്ശൂരിൽ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ചില പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ പലർക്കും ദഹിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചെറിയ ചില കല്ലുകടികളൊക്കെ ഉള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എതിർപ്പും അല്ലെങ്കിൽ ആ ഒരു വിരുദ്ധ വികാരം തന്നെ ആയിരിക്കണം UDFന് അവിടെ. പിന്നെ LDFന് വോട്ട് കൂട്ടാൻ പിണറായി വിരുദ്ധ വികാരം കൊണ്ട് തദ്ദേശം LDFന് കൈവിട്ട പോലെ സുരേഷ് ഗോപി വിരുദ്ധ വികാരം കൊണ്ട് തൃശ്ശൂർ BJPക്ക് കൈവിട്ട് പോയെന്നാണോ വർഷ പറയുന്നത്? ആ ഒരു രീതിയിലാണ് ഇപ്പൊ നമുക്ക് തൃശ്ശൂരിനെ ഒരു വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ. ഇനിയിപ്പോ നിയമസഭയിലാണെങ്കിലും ഇനിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഞാനും കണ്ടായിരുന്നു സുരേഷ് ഗോപി കഷ്ടപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി മതിലുകളിലൊക്കെ താമരയൊക്കെ ഇരുന്ന് വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് വോട്ടുകൾ ഇയാൾക്ക് കിട്ടിയ വോട്ടുകളെങ്കിലും ഇയാൾ ഈ വരയ്ക്കുന്ന താമര ആർക്ക് വേണ്ടിയിട്ടാണോ അവർക്ക് ജയിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സുരേഷ് ഗോപി തന്നെ സുരേഷ് ഗോപിയുടെ രണ്ടാം ഒരു പരാജയമായി പോയി. ഞാൻ അയാളെ ഇത്രയധികം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊന്നും വേറെ കണ്ടിട്ടില്ല. തനിക്ക് വേണ്ടിയിട്ടല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഖുശ്ബുവിനെ ഉൾപ്പെടെ സ്വന്തമായിട്ട് നിന്നപ്പോ പോലും ഖുശ്ബുവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ ആ രീതിയിലേക്കൊക്കെ വെറുതെ ഖുശ്ബുവിന്റെ ഒക്കെ വണ്ടിക്കാശ് പോയെന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് ഇത്രയധികം പ്രവർത്തിച്ച് തൃശ്ശൂരായിരുന്നു കണ്ടത് മുഴുവനും. അല്ല, അദ്ദേഹം അത് ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. കാരണം അത്രയൊക്കെ ചെയ്തിട്ട് പോലും പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ വിരുദ്ധ വികാരം എനിക്ക് ഗോപിയേട്ടനെയൊക്കെ മറന്നു തുടങ്ങി, അല്ലെങ്കിൽ തെറ്റുപറ്റി പോയി എന്നുള്ളത് തൃശ്ശൂരുകാർക്ക് ഒരു ബോധം വെച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രവർത്തനങ്ങളിലേക്കൊക്കെ തൃശ്ശൂര് ഇദ്ദേഹം എടുക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലേക്കൊന്നും കടക്കാത്തത് കൊണ്ടോ അത് ആ ഒരു തലങ്ങളിലേക്ക് ഉയരാത്തത് കൊണ്ടോ ആണോ എന്നറിയില്ല. പിന്നെ കുറെ അധികം വിരുദ്ധതയൊക്കെ ഉണ്ടായി തുടങ്ങി ആ ഒരു വന്ന സമയത്തിന്റെ അപ്പുറത്തേക്കും. പിന്നെ ഇയാള് പറഞ്ഞ കുറെ പ്രസ്താവനകളും കുറെ അധികം പ്രവർത്തികളും ഒരു പിണറായിസത്തിന്റെ ടച്ചൊക്കെ സുരേഷ് ഗോപിക്ക് വന്നു തുടങ്ങിയത്, ഒരു മാടമ്പിത്തരമൊക്കെ കാണിച്ചു തുടങ്ങിയത് തൊട്ടാണെന്ന് തോന്നുന്നു BJP തൃശ്ശൂർ വീഴാൻ തുടങ്ങിയത്. പിന്നെ പാലക്കാടേക്ക് വരെയാണെങ്കിൽ പാലക്കാടും BJPക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത്രത്തോളം അവിടെയും UDF തരംഗം തന്നെ ആയിപ്പോയി. പിന്നെ ആകെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരമായിരുന്നു. പിന്നെ അതുകൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ BJP പിന്നെ അടുത്ത ഒരു നിയമസഭയ്ക്ക് ഇവിടെ മത്സരിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ നേതാക്കന്മാർ പറഞ്ഞതൊക്കെ കൃത്യമായിരുന്നു. തിരുവനന്തപുരം ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു, തിരുവനന്തപുരം അവർ എടുത്തു. നേരത്തെ എടുത്തിരുന്ന തൃശ്ശൂർ അവരുടെ കൈവിട്ട് പോയി, അതാണ് അത്രേ ഉള്ളൂ. ഒരിടത്ത് എടുക്കാൻ പോയ സമയത്ത് മറ്റേടത്ത് സ്വന്തം കീശ ഇങ്ങനെ ചോർന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇത്തരത്തിൽ ഈ പറയുന്ന തദ്ദേശത്തിൽ അത് UDFലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ നിയമസഭയിൽ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് യാതൊരുവിധ ഉറപ്പുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത സ്ഥിതിക്ക് അടുത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഏത് രീതിയിലും കൈവിട്ട് പോകാം എന്നൊരു സാധ്യത കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ട്വിസ്റ്റ് ആയിട്ട് തദ്ദേശത്തെ കാണാൻ പറ്റില്ല. നിയമസഭയാണ് ശരിക്കുമുള്ള ആ ഒരു ത്രികോണ പോരൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഈ BJPയിലെ നേതാക്കളുടെ വിരുദ്ധ വികാരവും അതേപോലെ പിണറായി വിരുദ്ധ വികാരവും രണ്ടുകൂടെ അനുകൂലപ്പെട്ട് ഒരു കോൺഗ്രസ് തരംഗമാണോ നിയമസഭയിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ നോക്കി കാണുന്നത്. ഇനി തൃശ്ശൂര് ആദ്യം ശ്രമിക്കട്ടെ എല്ലാവരുടെ അതെ കിട്ടാൻ വേണ്ടിയിട്ട്.